കെ.പി.സി.സി അധ്യക്ഷനായി കെ സുധാകരൻ അല്പസമയത്തിനകം ചുമതലയേൽക്കുകയാണ്. അദ്ദേഹം കെ.പി.സി.സി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസനിൽ നിന്നാണ് കെ സുധാകരൻ ചുമതല ഏറ്റെടുക്കുന്നത്. സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി കെ സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ചു. അതേസമയം സുധാകരന്റെ തിരിച്ചുവരയിൽ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ബിനോയ്, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാനൊന്നും സുധാകരൻ തയ്യാറായില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തണമെന്നുള്ളൊരു നിർബന്ധത്തിൽ തന്നെയായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധത്തിന് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് വഴങ്ങിയതോടുകൂടി തിരിച്ചുവരവിന് കളമൊരുങ്ങി. എന്താണ് ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്ത് ഒരു സ്ഥിതിവിശേഷം? വലിയ ആവേശമൊക്കെ അവിടെ കാണാനുണ്ട്. ഏതൊക്കെ നേതാക്കൾ അവിടെയുണ്ട്? ലബീഷ്, അല്പം മുമ്പാണ് എ.കെ. ആന്റണി അദ്ദേഹത്തിൻ്റെ ജഗതിയിലുള്ള വസതിയിൽ സന്ദർശിച്ചതിന് ശേഷം കെ സുധാകരൻ ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അണികളുടെ ഒരു വലിയ നിര, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കെ സുധാകരൻ അനുകൂലികളുടെ ഒരു വലിയ നിര തന്നെ ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നിരുന്നു. കാരണം വലിയ വിവാദമായിരുന്നു. സാധാരണഗതിയിൽ ഒരു കെ.പി.സി.സി പ്രസിഡന്റോ അല്ലെങ്കിൽ ഡി.സി.സി അധ്യക്ഷനോ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ, പോളിംഗ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സ്ഥാനം തിരിച്ചേൽക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഇത്തവണ കെ.പി.സി.സി ഭാരവാഹിയുടെ ചുമതലയിൽ നിന്നും താൽക്കാലികം ഒഴിഞ്ഞു നിന്ന കെ സുധാകരന് അല്പം ഒന്ന് കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരുന്നു. അത് പിന്നീട് വലിയ ചർച്ചയ്ക്കൊക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ എം ഹസൻ്റെ കയ്യിൽ നിന്നും സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു പക്ഷേ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. കാരണം വലിയ തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. പ്രത്യേകിച്ചും കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരാളിലേക്ക് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം പോകാനുള്ള സാധ്യത പോലും വലിയ ചർച്ചയായി മാറിയിരുന്നു. കാരണം കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നതിനോട് തന്നെ ഒരു വിഭാഗം ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് വലിയ താല്പര്യമില്ല. കാരണം കോൺഗ്രസിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്നെ കാര്യമായി ഒന്നും ചെയ്യുവാൻ കെ സുധാകരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. അത് മാത്രവുമല്ല, ഇപ്പോഴത്തെ LDF സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിട്ട് പോലും കെ സുധാകരന് അതൊരു വലിയൊരു പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരാനോ അണികൾക്കിടയിൽ അത് എത്തിക്കുവാനോ അത്തരത്തിൽ കോൺഗ്രസിനൊരു വലിയ പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരാനോ കെ സുധാകരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ഏറ്റവും വലിയ ആരോപണം. മാത്രവുമല്ല, കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷവും നേതാവുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും വലിയ തരത്തിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ AICC നേതൃത്വത്തെ ഈ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു അകൽച്ചയിലൂടെ പോകുന്ന പ്രതിപക്ഷ നേതാവും ഒപ്പം കെ.പി.സി.സി അധ്യക്ഷനും കോൺഗ്രസിന് ചേർന്ന ഒരു നയമല്ല. അതുകൊണ്ട് തൽക്കാലം കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യമാണ് ഗ്രൂപ്പ് നേതാക്കൾ AICC നേതൃത്വത്തോട് അറിയിച്ചത്. മുതിർന്ന നേതാക്കളിൽ ചിലർ ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് AICC നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നുവെങ്കിൽ പോലും അന്ന് സുധാകരൻ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു മൗനമാണ് ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ സുധാകരൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ടെലിഫോണിലൂടെ വിവരങ്ങൾ അറിയിക്കുകയും ഒപ്പം തനിക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒപ്പം ഇത് വലിയൊരു ചർച്ചയാക്കി മാറ്റിയ കോൺഗ്രസിനകത്തുള്ള മറ്റൊരു രാഷ്ട്രീയമാക്കി മാറ്റുന്നതിനോട് AICC നേതൃത്വത്തിനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം മുമ്പ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് എത്രയും വേഗം കെ സുധാകരൻ ആ പദവിയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്തെത്തി പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ്. അതായത് കെ.പി.സി.സി അധ്യക്ഷന്മാരാരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി താൽക്കാലിക അവധിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താൽക്കാലികമായി മാറി എന്ന് കഴിഞ്ഞാൽ പോളിംഗ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആ ചുമതല ഏറ്റെടുക്കുന്ന പതിവുണ്ട്. എന്നാൽ കെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു മൗനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി. അത് പിന്നീട് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയതും കെ സുധാകരന് ഒരു അനുകൂല സ്വഭാവമായി അല്ലെങ്കിൽ അനുകൂല നിലപാടായി മാറി എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഒരു പക്ഷേ സുധാകരന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപക്ഷേ കണ്ണൂരിലുണ്ടാകുന്ന ജയപരാജയങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇനി ഒരു പുതിയ കെ.പി.സി.സി അധ്യക്ഷൻ അല്ലെങ്കിൽ കെ സുധാകരൻ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും അണികളുടെ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതൊക്കെ പറയാൻ കഴിയും. അവിടെ
എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. എം ഹസനിൽ നിന്നാണ് അധികാരം അല്ലെങ്കിൽ നേരത്തെ കൈമാറിയ അധികാരം തിരിച്ചേറ്റെടുക്കുന്നത്. അത്തരത്തിൽ അതൊരു ചടങ്ങാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. കെ സുധാകരൻ പലപ്പോഴായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, താൻ തിരിച്ചു വരുന്നതിനോട് ആർക്കും വിയോജിപ്പില്ല. അത്തരത്തിലുള്ള വിയോജിപ്പുകൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. അങ്ങനെയുള്ള ഈ മാധ്യമ സൃഷ്ടികൾ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ എത്രയും വേഗം ആ പദവിയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് അദ്ദേഹം AICC നേതൃത്വത്തെയും അറിയിച്ചത്. അതിനോട് കേരളത്തിലെ ചില നേതാക്കൾക്കും അത്തരം താല്പര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സജീവമല്ലാത്ത മുതിർന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഒരു KPCC പദവിയിലൊരു മാറ്റം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പ്രവർത്തകർ പോകുന്ന ഒരു സമയം. അത്തരത്തിൽ ഈ പ്രവർത്തകർ പോകുന്നതിനെ പിടിച്ചു നിർത്തുവാൻ കോൺഗ്രസ് അധ്യക്ഷനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ആകർഷിച്ച് നിർത്തുന്ന തരത്തിലേക്ക് ഒരു യുവ നേതൃത്വം വരണം എന്നൊരു താല്പര്യം മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു. ഒരു കാര്യമൊക്കെ പിന്നീട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇപ്പോൾ കെ സുധാകരന് അനുകൂലമായ നിലപാട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അദ്ദേഹം സ്ഥാനമേക്കുന്ന ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ KPCC ആസ്ഥാനത്തുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം പ്രവർത്തകരും KPCC ആസ്ഥാനത്ത് എത്തിയിരുന്നു. ആദ്യം AK ആൻ്റണി, ഒരു പക്ഷേ AK ആൻ്റണിയും കെ സുധാകരനുമായൊക്കെ ഇല്ലാത്ത നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് AK ആൻ്റണിയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി ഏകദേശം 20 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് KPCC ആസ്ഥാനത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം സ്ഥാനമേൽക്കുന്ന ചടങ്ങുകൾ KPCC ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിലുള്ളൊരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെ സുധാകരനെതിരെ വലിയ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. കെ സുധാകരനെ മാറ്റിക്കൊണ്ട് മറ്റൊരാൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും കെ സുധാകരന് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവുക എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ പരന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം കെ സുധാകരൻ ചെലുത്തുന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു. എന്തായാലും കെ സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ലബീഷ്. ശരി ബിനോയ്, കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം അല്പസമയത്തിനകം ഏറ്റെടുക്കും. ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത്. അതിനു മുൻപ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വസതിയിലെത്തി സന്ദർശിച്ച് 20 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കെ സുധാകരൻ ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് D ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.